ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ ഇടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ. അപ്പോൾ ആരാണെങ്കിലും വീട് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടാകും എല്ലാവരും വീട് വെക്കുന്നതില്ലേ. അതുപോലെ ഒരുപാട് ആഗ്രഹിച്ച് അന്നൊന്നും വീട് വെക്കാൻ ഒരു വഴിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കാക്കു ഗൾഫിലേക്ക് പോയത്. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന ക്യാഷും ഒക്കെ ഒരുക്കൂട്ടി വെച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ വീട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതും തികയാതെ വന്നുകൊണ്ട് എൻ്റെ ആഭരണങ്ങളൊക്കെ വിറ്റ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഈ സ്വപ്ന വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാ അതൊക്കെ തീർന്നോളും. അപ്പോൾ ഇത് ലിവിങ് റൂമാണ് കേട്ടോ. നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. അവിടെ സോഫ സെറ്റ്, അതുപോലെ ഒരു 5-6 വിറകുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫ്ലവർ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തുള്ള ഫ്ലവർ ചട്ടികളൊക്കെ ഷിസൂട്ടി ആകെ നാസാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട് കുടിയിരുന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ടുണ്ട്. ഇതിൻ്റെ ലിവിങ്ങിൻ്റെയും ഹാളിൻ്റെയും നടുവിലായിട്ട് ഒരു വാഷ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാളിലെ കബോർഡാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഹാളിൽ ഒരു ടേബിളും ഒരു ദൈവാങ്കുട്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചുമരിൻ്റെ സൈഡിലൊക്കെ ഫ്ലവർ ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഫെറോസിമെൻറ്റിൻ്റെ ആൾക്കാരെ കൊണ്ട് വെപ്പിച്ചതാണ് കേട്ടോ അത്. പിന്നെ നേരെ ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട്. അവിടെ TV സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ TV ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാ ഇപ്പോൾ കുട്ടികൾ പഠിക്കൂല എന്ന് പറഞ്ഞിട്ട് TV ഒന്നും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് വെച്ചിട്ടില്ല. പിന്നെ ഹാളിൽ നിന്ന് വരുന്ന ബാത്റൂമാണ് കേട്ടോ ഇത്. ഇതിൽ 2 ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ബാത്റൂം വരുന്നുണ്ട്. കബോർഡിന് എവിടെ അടപ്പുകളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത ബെഡ്റൂം ഇതാണ്. താഴെ 3 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. ഇത് വേറൊരു ബെഡ്റൂം. പിന്നെ ഇതാണ് കിച്ചൺ കേട്ടോ. കിച്ചണ് ആകെ ഒന്നായിട്ട് വർക്കര അങ്ങനായിട്ട് കൊടുത്തിട്ടില്ല, ആകെ ഒന്നാണ് കേട്ടോ. ഇത് ഏകദേശം വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ ഇതിലും കബോർഡുകൾക്കൊന്നും അടപ്പ് കൊടുത്തിട്ടില്ല. ഇതിൽ 2 കബോർഡുകളും പിന്നെയൊക്കെ ഇങ്ങനെ ഫെറോസിമെൻറ്റിൻ്റെ തട്ടുകൾ വെപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഒരു ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതാണ് വടക്കണി ഭാഗത്തെ പുറം ഭാഗം കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് സീറ്റ് ഇട്ടിട്ടുണ്ട്. ആ സൈഡിലായിട്ടൊരു വിറക് വരാം. പിന്നെ ഇവിടെ മഞ്ചിയും കുറേ മേശകളും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പഴയ വീട്ടിലത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പം ഇങ്ങനെ ഫ്രീ ടൈമിലൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. ഇനി മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഞാനിവിടെ ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ഇവിടെ ചെറുതായിട്ടൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം മുകളിലെ ഹാളാണ് കേട്ടോ ഇത് കാണുന്നത്. ഈ കബോർഡിൽ പിന്നെ കുറച്ച് ഫോട്ടോസുകൾ, മിന്നുൻ്റെയും മോനുൻ്റെയും കുറച്ച് ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റൊക്കെ. ഇവിടെയും ചെറിയൊരു വാഷ് ബേസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്.
ഇവിടെ മിന്നുൻ്റെ സാധനങ്ങളാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ബെഡ്റൂം ഇതാണ് മുകളിലെ. ഇവിടെ ഒന്നും ആരും കിടക്കാറൊന്നുമില്ല കേട്ടോ. താത്തിയിട്ടൊക്കെ വരുമ്പോൾ അവർ കിടക്കുന്നല്ലാതെ അല്ലാതെ ഞങ്ങൾ ആരും ഇവിടേക്ക് മുകളിലേക്ക് കയറാറില്ല. പിന്നെ ഇവിടെ വരുന്നത് ബാക്ക് സൈഡിലെ ഓപ്പൺ ടെറസാണ് കേട്ടോ. ഇവിടെ ഞാൻ ഡ്രസ്സുകളൊക്കെ അലക്കി ഇടുന്നതാണ്. ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ അലക്കിയിട്ട് ഇവിടെ തന്നെ വെക്കും, ഇവിടെ തന്നെ തോരയിടും. ഇവിടെയാണ് കേട്ടോ മെഷീൻ വെച്ചിട്ടുള്ളത്. ഇവിടെയും ഫുള്ളായിട്ട് സീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊന്നും നനയൊന്നുമില്ല. ബാക്ക് ഭാഗം ഫുള്ളായിട്ട് റബ്ബറാണ് കേട്ടോ വരുന്നത്. ബാക്ക് ഭാഗത്ത് അങ്ങനെ അടുത്ത വീടൊന്നുമില്ല. കുറച്ച് തലക്കൊരു വീടുണ്ട്, കാണിച്ചു തരാം. അവിടെ ഒരു വീടുണ്ട് കേട്ടോ. അവിടേക്ക് വിളിച്ചാലൊന്നും കേൾക്കില്ല കേട്ടോ. അപ്പം ഇനി മുൻഭാഗത്തേക്ക് പോകാം. മുൻഭാഗത്ത് ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓപ്പൺ ടെറസായിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ ഇവിടേക്ക് വെള്ളം ചാടും കേട്ടോ. അവിടെ ടൈലിട്ടിട്ടുണ്ട്. മുന്നിൽ വീടുണ്ട് കേട്ടോ. വീടിൻ്റെ മുന്നിലൊരു വീടുണ്ട്. റോഡിൻ്റെ ആ സൈഡിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ റബ്ബറുകൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇപ്പം ഇതാണ് കേട്ടോ ഓപ്പൺ ടെറസായിട്ട് വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നു അതിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മുകളിലെ റൂമെന്ന് ബാത്റൂം കൊടുത്തിട്ടില്ല, ഒറ്റ ബാത്റൂമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബാത്റൂമാണിത്. അപ്പോൾ മുകൾ ഭാഗം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെയാണ് കേട്ടോ വീട്. ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. വീട്